ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റായ ഷേപ്സ് ഇൻ ദ കിച്ചൺ, അടുക്കളയിലെ രൂപങ്ങൾ എന്ന യൂണിറ്റിലെ കുറച്ച് വർക്ക്ഷീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് 2D ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ. ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട് എന്ന് എഴുതണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാവരും എഴുതി ചേർക്കണം. അതുപോലെ തന്നെ അടുത്ത വർക്ക്ഷീറ്റിൽ ചോദിച്ചിരിക്കുന്നത് എ ഡാഷ് ഹാസ് 3 കോർണേഴ്സ്, 3 മൂലകളുള്ളത്. ഏത് ഷേപ്പിനാണ്? അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. അടുത്തത് എ സ്ക്വയർ ഹാസ് ഡാഷ് കോർണേഴ്സ്, ചതുരത്തിന് എത്ര മൂലകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡാഷ് ഹാസ് നോ സൈഡ്സ്, എന്തിനാണ് സൈഡ് ഇല്ലാത്തത്? സൈഡ്സ് ഇല്ലാത്തത് ഏതാണ്? അതിൻ്റെ പേര് എഴുതണം. എ ട്രയാങ്കിൾ ഹാസ് ഡാഷ് സൈഡ്സ്, ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? അതാണ് എഴുതേണ്ടത്. ഓൾ സൈഡ്സ് ഓഫ് എ ഡാഷ് ആർ ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമായ ഷേപ്പ് ഏതാണ്? അതിൻ്റെ പേര് എഴുതണം. എ റെക്റ്റാങ്കിൾ ഹാസ് ഡാഷ് കോർണേഴ്സ്, ദീർഘചതുരത്തിന് എത്ര മൂലകളുണ്ട്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഡാഷ് ആർ ഈക്വൽ ഇൻ ലെങ്ത്, ഏത് ഷേപ്പിൻ്റെയാണ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ടുള്ളത്? അതായത് അടുത്ത വശം ഈക്വൽ ആയിട്ടുള്ളത് ഏത് ഷേപ്പിൻ്റെയാണ്? എ സർക്കിൾ ഹാസ് ഡാഷ് കോർണേഴ്സ്, ഒരു വൃത്തത്തിന് എത്ര കോർണേഴ്സ് ഉണ്ട്? എ സ്ക്വയർ ഹാസ് ഡാഷ് സൈഡ്സ്, ഒരു ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ദ ഷേപ്പ് ഓഫ് ഡോർ ഈസ്, ഒരു വാതിലിൻ്റെ രൂപം, ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ ഇതൊക്കെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഈ തന്നിരിക്കുന്ന ഷേപ്സിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ പിക്ചർ നോക്കി ഏതൊക്കെയാണ് ആ ഷേപ്സ് എന്ന് ഉള്ളത് എഴുതണം. അടുത്തത് ഒരു റെക്റ്റാങ്കിൾ തന്നിരിക്കുന്നു, കണ്ടില്ലേ? ഈ റെക്റ്റാങ്കിൾ വരച്ച് അതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഒരു ട്രീ ആണ്, അതിനുള്ളിൽ കുറച്ച് ഷേപ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ഷേപ്പിന് ഏതൊക്കെ കളർ കൊടുക്കണം എന്നവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്യണം. ഇനി ഇതൊരു കോണാണ്, കണ്ടില്ലേ? ആ കോണിൽ കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്, ഐസ്ക്രീമാണ് അല്ലേ? ആ കളർ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കി അതിന് തൊട്ടടുത്തുള്ള ചിത്രത്തിന് കളർ കൊടുക്കണം. ഒരു ചെയിനാണ് തന്നിരിക്കുന്നത്, കണ്ടില്ലേ? ആ ചെയിൻ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം ബ്ലൂ, റെഡ്, യെല്ലോ, നീല, ചുവപ്പ്, മഞ്ഞ അല്ലേ? അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഈ തന്നിരിക്കുന്ന ബട്ടർഫ്ലൈ, കണ്ടില്ലേ? ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറകിൽ കുറച്ച് സർക്കിൾസ് ഉണ്ട് കളർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഈ ഒരു വിങ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ ചിത്രത്തിൽ സർക്കിൾസിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ സ്ക്വയറിൽ ഏതൊക്കെ കളറാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഈ പിക്ചർ കളർ കൊടുത്ത് ഭംഗിയാക്കണം. ഇതൊരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യം തന്നിരിക്കുന്ന ആ പാറ്റേണും അതിൻ്റെ കളറും നോക്കി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഇതും അതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ്, അതിങ്ങനെ താഴേക്ക് വരുന്നുണ്ട് അല്ലേ? കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഓരോന്നും ഓരോ ഓർഡറിൽ വരച്ച് കളർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി തന്നിരിക്കുന്നത് പാറ്റേൺ തന്നെയാണ്, ഇതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കണ്ടില്ലേ? ഒരു ഷേപ്പ് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് എന്നുള്ളത് നോക്കി അതിന് ഏത് കളർ കൊടുക്കണം എന്നുള്ളത് നോക്കി കംപ്ലീറ്റ് ചെയ്യണം. ഇത് സർക്കിളാണ്, സർക്കിളിനുള്ളിൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഒരു വൃത്തത്തിനുള്ളിൽ ത്രികോണമുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള ചിത്രത്തിനും നിങ്ങൾ അതുപോലെ തന്നെ കളർ ചെയ്യണം. കണ്ടില്ലേ? ഇതിൽ മുഴുവനായിട്ടും ഉള്ളത് ട്രയാങ്കിളാണ്, ത്രികോണമാണ് അല്ലേ? അപ്പോൾ അത് നോക്കി ചെയ്യണം. ഇത് സ്ക്വയറാണ്, സമചതുരമാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണോ മുകളിൽ ചെയ്തിരിക്കുന്നത് അത് നോക്കി വേണം താഴെയുള്ള ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ ഈ നായ്ക്കുട്ടിക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണിക്കുകയാണ്. അപ്പോൾ കളർ കൊടുത്ത് ആ ഡോട്ട് ഭംഗിയാക്കണം, ഓർഡറിലാണ് കൊടുക്കേണ്ടത്. ഇനി ഈ ഡോട്ടിൽ നിങ്ങൾ ട്രയാങ്കിൾ, ത്രികോണം വരച്ച് നോക്കണം. മുകളിൽ അതിന് എക്സാമ്പിൾ ഉണ്ട്, കണ്ടില്ലേ? അത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇതിലോ
ഇതിൽ റെക്റ്റാങ്കിൾ ദീർഘചതുരമാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വരച്ച് നോക്കണം. അടുത്തത് ഒരുപാട് സർക്കിൾസാണ്, ചെറിയത് പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത്. അപ്പോൾ ഏതൊക്കെ കോളത്തിൽ ഏതൊക്കെ സർക്കിളാണോ ഉള്ളത് അതുപോലെ വരയ്ക്കണം. ഇനി കണ്ടില്ലേ, ഒരു കോഴിക്കുഞ്ഞിനെയാണ് വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? സർക്കിൾസിന് കളർ കൊടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ ആദ്യം 2 + 4, അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? അതിൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. ഇത് ഡോട്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു പിക്ചർ വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതും വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തത് കണ്ടില്ലേ, ഷേപ്സ് കൊണ്ടുള്ള ഒരു രൂപമാണ്. ഇത് നിങ്ങൾ വെട്ടി ഒട്ടിച്ച് ചെയ്യേണ്ടതാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നാണ്. 2 are long and 2 are short. 2 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമുള്ള ആ രൂപം ഏതാണ്? അതുപോലെ തന്നെ ഐ ഹാവ് 3 sides, എനിക്ക് 3 വശങ്ങളുണ്ട്. അങ്ങനെ പറയുന്നത് ആരായിരിക്കും? നെക്സ്റ്റ് ഐ ഹാവ് 4 sides, ഐ ഹാവ് 4 corners, ഐ ഹാവ് 2 long sides ആൻഡ് 2 short sides. 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്, 2 വലിയ സൈഡും 2 ചെറിയ സൈഡും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? നെക്സ്റ്റ് ഐ ആം ലൈക്ക് എ ബുക്ക്, ഞാനൊരു ബുക്ക് പോലെയാണ് എന്ന് പറയുന്നത് ആരാണ്? സ്ഫിയർ, ഗോളമാണോ അതോ ക്യൂബാണോ ക്യൂബോയിഡാണോ ഏതായിരിക്കും? അപ്പോൾ അത് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഐ ആം ലൈക്ക് എ ബോൾ, ഇത് ക്യൂബോയിഡാണോ അതുപോലെ തന്നെ ക്യൂബാണോ സിലിണ്ടറാണോ ആരായിരിക്കും അങ്ങനെ പറയുന്നത്? ഇനി തന്നിരിക്കുന്ന ഷേപ്സ് എത്രയൊക്കെയാണ് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തേത് എക്സാമ്പിൾ തന്നിരിക്കുന്നു, കണ്ടില്ലേ, ട്രയാങ്കിൾ 1. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ ഓരോന്നിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കളറ് കൊടുക്കണം താഴെയുള്ളത്. ഇനി ഓരോ ഷേപ്സ്, വീടിൻ്റെ ഷേപ്സ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പുറത്തുള്ള സ്ക്വയറും റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഒക്കെ യോജിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഏതൊക്കെ കളറായിരിക്കും അപ്പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ടാവുക, അപ്പോൾ അത് നോക്കി ലൈൻ ചെയ്ത് യോജിപ്പിക്കണം. അടുത്തത് ഈ തന്നിരിക്കുന്ന ഷേപ്സ് കൊണ്ടുള്ള ഒരു പിക്ചർ വരച്ച് നോക്കാനാണ്. കണ്ടില്ലേ, സർക്കിൾ വൃത്തത്തിന് യെല്ലോ കളറും അതുപോലെ തന്നെ ട്രയാങ്കിളിന് ഒരു ചുവപ്പ് കളറ്, പിന്നെ ബ്ലൂ ആണ് സ്ക്വയറിന്, റെക്റ്റാങ്കിളിന് ഗ്രീൻ. അതുകൂടാതെ ഓരോ ഷേപ്സും എത്ര വീതം ഉണ്ട് എന്നുള്ളത് നമ്പർ എഴുതാനും പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഒരു സർക്കിൾ വരയ്ക്കുക, അതിനുള്ളിൽ ചെറിയ ചെറിയ സർക്കിൾസ് വരച്ച് ചേർത്ത് കളർ കൊടുക്കാവുന്നതാണ്. എത്ര സർക്കിൾസാണ് അതിനുള്ളിലുള്ളത് എന്നുകൂടി എഴുതണം, കൗണ്ട് ചെയ്ത് എഴുതി നോക്കണം. ഇത് ഗ്രേപ്സ്, മുന്തിരി വരയ്ക്കാനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വരച്ച് കളർ കൊടുക്കണം. ഇതും സർക്കിൾസ് കൊണ്ടുള്ള ഒരു ഫ്ലവറാണ്, കണ്ടില്ലേ. അപ്പോൾ എത്ര സർക്കിളുണ്ട് എന്നുകൂടി എഴുതണം. ഇനി ഒരു മഷ്റൂമാണ്. ആ മഷ്റൂം ഒരു സർക്കിളിൻ്റെ പകുതി കൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടായിരിക്കുന്നത്, കണ്ടില്ലേ, സെമി സർക്കിൾ. പിന്നെയോ റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിളും ഉണ്ട്, സർക്കിളും ഉണ്ട്. അതിന് മുകളിലുള്ള വട്ടം കണ്ടില്ലേ, വെള്ള കളറിലുള്ള ആ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് വരച്ച് നോക്കണം. അടുത്തത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ചെയ്യേണ്ട ഒന്നാണ്, ഒട്ടിച്ച് ചേർക്കേണ്ടതാണ്. ഒരു വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേതൊക്കെയുണ്ട്? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതെല്ലാം ഉണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതും ട്രയാങ്കിൾ, ത്രികോണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തമാണ് തന്നിരിക്കുന്നത്. ഇതൊരു സർക്കിളാക്കി വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ചെയ്യണം. ഇനി ഈ തന്നിരിക്കുന്ന ലേഡി ബഗ്ഗിനെ 2 സൈഡിലും അതിൻ്റെ ഓരോ വിങ്സിലും 4 വീതം സർക്കിൾസ് വരച്ച് ചേർക്കണം. ഇനി ഈ തന്നിരിക്കുന്ന ബട്ടർഫ്ലൈ നോക്കൂ, അതിൻ്റെ ഒരു വിങ്സിൽ കുറേ സർക്കിൾസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വിങ്സിലും നിങ്ങൾ എത്രയാണോ അപ്പുറത്തുള്ളത് അതിനനുസരിച്ച് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം.
ഈ ഒരു ട്രീ കണ്ടില്ലേ, ഇതിലൊരുപാട് സർക്കിൾസ് ഉണ്ട് അല്ലേ, വൈറ്റ് കളറിൽ. അപ്പോൾ ഓരോ സർക്കിൾസിനും നമ്പർ ഇടണം. അതാണ് ഈ വർക്ക്ഷീറ്റിൽ ചെയ്യാനുള്ളത്. ഇതിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സർക്കിൾസ് വരച്ച് ചേർക്കാം. വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ലീഫ് എടുത്ത് ഇതുപോലെ തന്നെ പല ഷേപ്സിലും വെട്ടി നോക്കണം. കണ്ടില്ലേ, ട്രയാങ്കിളുണ്ട്, സർക്കിളുണ്ട്, റെക്റ്റാങ്കിളുണ്ട്, സ്ക്വയറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇനി ഒരു സർക്കിളാണ് തന്നിരിക്കുന്നത് അല്ലേ, സർക്കിളിൽ ട്രയാങ്കിളുണ്ട്, ത്രികോണമുണ്ട്, അതിനുള്ളിൽ വീണ്ടും സർക്കിൾ, ചെറിയ ചെറിയ സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രയാങ്കിളിലും ത്രികോണത്തിലും തന്നിരിക്കുന്ന സർക്കിൾസ്, ഡോട്ട്സ് ഉണ്ട് അല്ലേ, അതെത്രയാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന സർക്കിളിൽ ട്രയാങ്കിളുണ്ട് അല്ലേ, ഓരോ ട്രയാങ്കിളിനുള്ളിലും എന്തു ചെയ്യണം, 5 വീതം ഡോട്ട്സ് വരച്ച് ചേർക്കണം. അപ്പോൾ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. Okay dears, complete your worksheets and study well. See you in next class. Thank you.